ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ ഡങ് സൂര്യ വരിക്ക ചക്കയാണ്. ഇത് നമുക്ക് പഴുക്കുമ്പോൾ നല്ല ടേസ്റ്റും നല്ല ഓറഞ്ച് കളർ നിറമാണ്. ഇത് നട്ടിട്ട് തന്നെ ഏകദേശം 8 വർഷം വരും. 8 വർഷത്തിൽ ഇപ്പം ആദ്യമായിട്ടാണ് നമുക്ക് കായ്ക്കുന്നത്. ഫ്രണ്ട്സ്, ഇത് ആദ്യം നമ്മൾ നട്ടപ്പോഴത്തേക്കും ഇതിൽ വരുന്ന കളകളെല്ലാം നമുക്ക് കളയണം. നമുക്കൊരു 2 വർഷം കഴിഞ്ഞ് 2-3 വർഷമൊക്കെ ആയപ്പോഴത്തേനും ഇതിൽ നമുക്ക് വന്നത് കളയെല്ലാം ആണാണ്. പിന്നെ ഒരു 7 വർഷമൊക്കെ ആയതിനു ശേഷം ഇത്ര നല്ല ഹൈറ്റായതിനു ശേഷം നമുക്ക് വരുന്നതെല്ലാം നമുക്ക് പെൺകളയാണ് വരുന്നത്. അത് നല്ല ചക്കയാവും. അപ്പോൾ മാക്സിമം ഒരു ചക്കയുടെ വലിപ്പമൊക്കെ ഇത്രയൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നല്ല കളറാണ്, നല്ല ടേസ്റ്റാണ്, നല്ല വരിക്ക ചക്കയാണ്. അപ്പം നമുക്ക് ഡങ് സൂര്യയിൽ ഒരെണ്ണം അടത്തിട്ട് നമുക്ക് അത് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം. പക്ഷേ ഇത് കായ്ക്കാൻ ഏകദേശം ഒരു 3 വർഷത്തിന് മേളിലെടുക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ. നമുക്കൊരെണ്ണം കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് അടുത്തൊരു ചക്ക ഡങ് സൂര്യ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ കട്ട് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഇത് ഏകദേശം പഴുത്ത് വരുന്നേ ഉള്ളൂ. നല്ലോണം പഴുക്കുമ്പോൾ ഇത് നല്ല റെഡ് കളറിലാവും. വേണ്ട, ഇപ്പോൾ നല്ല വിളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു നാളേക്ക് ആകുമ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള ചക്കപ്പഴം നമുക്ക്. ഫ്രണ്ട്സ്, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ തോടിൻ്റെ ഈ കട്ടി വളരെ ചെറുതാണ്, നേർത്തതാണ്. നല്ല ചുളയെല്ലാം നല്ല സൈസാണ്. ഈ ചവിണി വളരെ കുറവാണ്. നല്ല അടുക്കടുക്കിന് നമുക്ക് ചുളകളുണ്ട്. പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ ഇത് നല്ല അപാര ടേസ്റ്റാണ്. ഈ പഴുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഒരുമാതിരി വെള്ളം തേന് പോലെ ഇങ്ങനെ കെട്ടി വരും. അപ്പം ഇത് നട്ട് കഴിഞ്ഞാൽ ഒരു 3 വർഷത്തിന് മേളിൽ സമയമെടുക്കും ഇത് കായ്ക്കാൻ. പക്ഷേ കായ്ച്ച നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ചുള കാണാനും കഴിക്കാനും വളരെയധികം നല്ല മധുരമുള്ള ഒരു വെറൈറ്റിയാണ് ഡങ് സൂര്യ.